എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? ഐ മീൻ ലോക പരാജയം. തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് ജന്മം KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFI കാരിയാണെന്നാണ് വിചാരം. മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. ഈ ബംഗ്ലാവിന്റെ മുഴുവൻ ഉത്തരവാദിത്തം തന്റെ തലയിലാണെന്ന് അറിഞ്ഞൂടെ? ഇവിടെ മേലനക്കാലം പണിയെടുത്തേക്ക് ശീലമായി പോയി. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായ ഈ വെള്ളക്കെട്ട്? സ്മാർട്ട് സിറ്റിയുടെ പണി കഴിഞ്ഞ മാർച്ചിൽ തീർക്കുമെന്നായിരുന്നല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. 8 റോഡുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? എന്നാണ് ഈ പണി പൂർത്തിയാക്കുന്നത് എന്ന് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ജൂൺ 15 അത് ഏതാണ്ട് ഒരു 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതാണ് ജൂൺ മാസം 15-ാം തീയതി സഞ്ചാര യോഗ്യമാകുമെന്ന് പറഞ്ഞു. അല്ല നടക്കണ കാര്യം പറയാളിയാ. കുറച്ച് അധികമായിട്ട് എന്താണ് പറയും, അത്രേ ഉള്ളൂ. അവിടെ പോയി നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന്. എന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ജൂൺ 15-ാം തീയതി ഞങ്ങൾ എല്ലാ റോഡും തുറക്കാൻ പോവുകയാണെന്ന്. അത് അവന്റെ ഒരു കുട്ടിക്കളിയാ, ചുമ്മാ. ഇവിടെ ഇങ്ങനെ ഒരു നാടുണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മുടെ സർക്കാർ മറന്ന മട്ടാണ്. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഇടതു ഭരണകൂടത്തോട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ കുറെ നാളായി ചോദിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചു തരാം. 6 മാസം കൊണ്ട് തീരാത്ത പ്രശ്നമാണ് 2 ദിവസം കൊണ്ട് തീർക്കാൻ പോകുന്നത്. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJPയും മറ്റൊരു കക്ഷിയായ UDFും എവിടെയാണ്? പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അറച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. കാരണം ഈ പറയുന്നത് ഇപ്പൊ ഇരിക്കുന്ന മേലധികാരി എന്ന് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മേലധികാരിയാണ്. സത്യമായിട്ടും പറയണം. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണം? എന്നാ പിന്നെ ഞാനങ്ങട്